ജയേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് സപ്തതിയുടെ നിറവിലാണ്. കഴിഞ്ഞ മാസമായിരുന്നു. അതെ, 70 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാമെന്ന് ആൾക്കാർ പറയുന്നു. വേണമെങ്കിൽ ഈ സപ്തതിയുടെ നിറവിൽ ഇതുവരെ പറയാൻ ബാക്കി വെച്ചിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പറയാൻ വൈമുഖ്യം കാണിച്ചിരുന്ന കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ JB ജംഗ്ഷനിൽ ഇടാവുന്ന. അങ്ങനെയൊന്നുമില്ല. എനിക്കും അങ്ങനെ ഞാനുള്ള കാര്യങ്ങൾ തുറന്നെല്ലാം തുറന്നടിച്ച് പറയുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഒരു സീക്രട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. ഒരു രഹസ്യവും ഇല്ല. നിങ്ങളെ ഒരു മനുഷ്യൻ ഞാനും ഒരു രഹസ്യവും സൂക്ഷിക്കുന്നില്ല. വരട്ടെ ചേട്ടാ, എല്ലാവരും 25 കൊല്ലവും 30 കൊല്ലവും 40 കൊല്ലവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ചേട്ടൻ എന്തുകൊണ്ടാണ് 70 വയസ്സായി, അതുപോലെ തന്നെ 50 കൊല്ലം അടുത്ത കൊല്ലം തികയുന്നു, എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു സെലിബ്രേഷനും ചേട്ടൻ ചെയ്യാതിരിക്കുന്നത്? എന്തുകൊണ്ടാണത് മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നത്? ഇൻക്ലൂഡിങ് പത്മശ്രീ എന്നുള്ളൊരു പുരസ്കാരം വരെ ജയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ലഭിച്ചിട്ടില്ല. സോ ഇതിലെല്ലാം വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഓൾ ദിസ്? 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് അംഗീകാരത്തിൻ്റെ കാര്യം, അതിലേക്ക് വരാം. 2 ഇങ്ങനെയുള്ള ഈ വഴിത്താരയിലെ ഇങ്ങനെയുള്ള നാഴികക്കല്ലുകളെ ആഘോഷിക്കേണ്ടതല്ലേ? ശരിക്കും ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ വളരെ എല്ലാവരുടെ മുമ്പിൽ കുറേ ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് ഇയാൾ 50 കൊല്ലം പാടിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും എനിക്കിഷ്ടമല്ല. എൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്താ കാരണം വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ കാരണം വെച്ചാൽ എൻ്റെ ശ്രോതാക്കൾ വളരെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ അവരെന്നെക്കുറിച്ച് പറയുമോ, എൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുകയെ, ചേട്ടൻ ആ പാട്ട് എന്ത് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. മനസ്സിൽ ഞാൻ എപ്പോഴും ചേട്ടൻ്റെ പാട്ടൊക്കെ കേൾക്കണേ, അതാണ് ഏറ്റവും വലിയ പുരസ്കാരം, ഏറ്റവും സന്തോഷം മനസ്സിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേജിൽ എല്ലാവരുടെ മുമ്പിൽ ഇരുന്നിട്ട് കുറേ ആൾക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് 50 കൊല്ലമായി അങ്ങനെ എനിക്കിഷ്ടമല്ല. ബെറ്റാസ് വെരി സോറി. ഞാൻ സ്വഭാവം ജയേട്ടൻ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു പക്ഷേ ജയേട്ടനോട് പ്രേക്ഷകർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതിക്രിയ എന്ന നിലയിൽ അവരോടൊപ്പം ഒരു ദിവസം ഒത്തുചേരുന്നതിൽ ഒരു തകരാറുമില്ല. അതിൽ എനിക്കറിയാം ജയേട്ടൻ്റെ ഒരു സ്വഭാവം, ഞാൻ ജയേട്ടൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അല്പം വിദ്രോണാണ്. എന്താ കാരണം വെച്ചാൽ ഇൻട്രോവേർട്ടാണോയെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ അല്പം ഉൾവലിഞ്ഞ് നിൽക്കാനാണ് എപ്പോഴും ഇഷ്ടം. അതെ, സത്യമാണ്, കറക്റ്റാണ്. ഉൾവലിഞ്ഞ് നിൽക്കാനൊക്കെ ഇഷ്ടം. വേറെ ഒന്നുമല്ല, ഈ ആഘോഷിക്കുന്നത് ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുക. ഈ സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് വേണം, അങ്ങനെ ഇരുന്നിട്ട് വേണം. അതെ, അതിൻ്റെ ആവശ്യമല്ലോ. ഒന്നിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് കൂടെ ഇരുന്ന് അങ്ങനെ ആഘോഷിച്ചൂടെ? എന്തിനാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ കയറ്റി എടുത്തിട്ട് ആഘോഷിക്കേണ്ടത്? അതാണ്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി ജയേട്ടൻ സംബന്ധിച്ചാലും ഇല്ലെങ്കിലും ജയേട്ടൻ്റെ സപ്തതിയും 50 വർഷവും ഒക്കെ ഞങ്ങളിവിടെ ഈ JB ജംഗ്ഷനിൽ ആഘോഷിക്കാൻ പോവാണ്. ഈ നമ്മുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കൂടി ഈ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. ജയേട്ട, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ മനസ്സിൻ്റെ അഗാധതയിൽ കിടക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ ഏതാനും വരികൾ ഈ ആഘോഷം തുടങ്ങുമ്പോൾ ഒന്ന് പാടിത്തന്നാൽ. ഇത് പാട്ടാന്ന് പറയാൻ പറ്റുമോ ബ്രിട്ടാസിനില്ല? ഇഷ്ടമുള്ള പാട്ട്, ജയേട്ടന് ഇഷ്ടമുള്ള പാട്ട്. എൻ്റെ പാട്ടാണെന്ന് നിർബന്ധമില്ല. ജയേട്ടൻ്റെ പാട്ടോ, ജയേട്ടൻ്റെ പാട്ടിലേക്കാണ് നമുക്ക് വരേണ്ടത്. പക്ഷേ ഈ ഒരു മുഹൂർത്തം ഞാൻ എപ്പോഴും എൻ്റെ പാട്ടല്ല പാടാറ്. അതായത് എൻ്റെ പാട്ട് ഞാൻ പാടാറില്ല. ഒരു പാട്ട് പാടുന്ന പറഞ്ഞാൽ എൻ്റെ പാട്ടല്ല പാടുക, വേറെ എല്ലാവരുടെ പാട്ടാണ്. അങ്ങനെ സ്വഭാവക്കാരനാണ്. അപ്പോൾ ഒരു പാട്ട്, ആ പാട്ട് ചില പ്രത്യേകിച്ച് എൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ ഒരു 2 മിനിറ്റ്. പക്ഷേ എനിക്കിഷ്ടം എൻ്റെ പാട്ടിനെ കുറിച്ചല്ല. ആയിക്കോട്ടെ, ജയേട്ടൻ്റെ ആഘോഷം തുടങ്ങുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ജയേട്ടന് ഇഷ്ടമുള്ള പാട്ട് ജയേട്ടൻ്റെ അല്ലെങ്കിലും പാടിക്കും. ഈ അടുത്ത കാലത്ത് ഞാനൊരു പാട്ട് കേട്ടു. അത് ഞാൻ കേൾക്കാത്ത പാട്ടായിരുന്നു, ഒരുപാട് കാലം കേട്ടിട്ടില്ല. വീട്ടി മുരളി എന്ന് പറഞ്ഞ വീട്ടി മുരളി. വീട്ടി മുരളി രാഘവൻ മാഷ ശിഷ്ണ. അതെ, അറിയാമല്ലോ. അതെ. വീട്ടി മുരളി ഒരു ഇതിൽ പാടിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പൊന്നാനിയുണ്ട്. ജയകൃഷ്ണൻ നല്ല പാട്ടുകൾ, പഴയ നല്ല നല്ല പാട്ടുകളെ കുറിച്ച് അറിയുന്ന വെറുതെ ഇരിക്കുമ്പോൾ ജയകൃഷ്ണൻ ഈ പാടി ഒരു വിഷു പാട്ടിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, ജയകൃഷ്ണൻ ഇത് രാഘവൻ മാഷ പാട്ട്, മറ്റേ ചുവല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതി രാഘവൻ മാഷ് ട്യൂൺ ചെയ്ത പാട്ടാണ്. എനിക്ക് ഭയങ്കര ഒന്നുകൂടെ പാടും, എനിക്കിപ്പോൾ ഈ പാട്ട് വേണം. എവിടെ കിട്ടുക? മുരളി, വീട്ടി മുരളി പാടിയിട്ടുണ്ട്. മുരളി ഇതിനകത്ത് പാടിയ ഈ ഇതിൽ നെറ്റിൽ ഒരു പാടിയത് കേട്ടു. പക്ഷേ ആ പാട്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത് ചുവല്ലൂർ കൃഷ്ണൻകുട്ടി ഭക്തിഗാനങ്ങൾ എഴുതുന്ന ആളാണ്. അദ്ദേഹം പ്രേമഗാനം എഴുതി, ഇങ്ങനെ ഇത്ര പ്രേമഗാനം എഴുതി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു പിന്നെ രാഘവൻ മാഷ കഴിവ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഗോൾഡൻ ടച്ചാണ് അതിൻ്റെ പാട്ട്. അത്രയും ലളിതവും അത്രയും ഒരു മലയാളത്തിൻ്റെ പാട്ട്. വിഷുവെന്നോ എന്താ നമ്മുടെ എന്തും ഓർമ്മ വരും. ആ പാട്ട് കേട്ടാൽ വരികളും ട്യൂണും ഹൃദ്യമാണ്, അതീവ ഹൃദ്യം. അപ്പോൾ ആ പാട്ട് തുടങ്ങാം.
ഒരു വിഷുപ്പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു. ഇന്നും കണിക്കുന്ന പോലെന്നിൽ പൂക്കുന്ന പെൺകിടാവേ നിന്നെ കാത്തിരുന്നു. ഒരുപാട് ദൂരം ഞാൻ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു. ഒരു വിഷു സംക്രമ പുലരിയിൽ നീ ആരുമറിയാതെ എന്നെ വിളിച്ചുണർത്തി. കണിയൊരുക്കാനായി ക്ഷണിച്ചതാണോ, കണിയൊരുക്കാനായി ക്ഷണിച്ചതാണോ, എന്നെ കെണിയിലാക്കാനായി വിളിച്ചതാണോ? ഒരു വിഷുപ്പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു, പറന്നു വന്നു, പറന്നു വന്നു. ഈ പാട്ടിലെന്ന് പറഞ്ഞാൽ, ഈ പാട്ടിലെ ഭംഗി എന്ന് പറഞ്ഞാൽ കണിയൊരുക്കാനായി ക്ഷണിച്ചതാനോ കാണോ, എന്നെ കെണിയിലാക്കാനായി വിളിച്ചത്. അതാണ് എൻ്റെ ഈ കുസൃതി എന്ന് പറയില്ലേ.